കുട്ടികൾക്കും സുബർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഒരു കിണ്ണൻ ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കുട്ടികൾ അങ്ങനെ ചെയ്യാത്തതുമായിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. ഫ്രം ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻസിയേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാൻ കാരണം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊന്നും ആരും അങ്ങനെ ചെയ്ത് നോക്കാറൊന്നുമില്ല. എക്സാമിന് വരുമ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഓടുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതങ്ങ് വിടുക. ഇങ്ങനെ വിട്ട് പല ക്വസ്റ്റ്യൻസുകളും വിട്ട് വന്നു കഴിഞ്ഞാൽ എക്സാമിന് ഒന്നുമേ എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. ക്വസ്റ്റ്യനൊക്കെ ഇത്തിരി ഡോസ് കൂട്ടിയായിരിക്കും തരുന്നത്, മീൻസ് ഇത്തിരി ടഫായിട്ടായിരിക്കും തരുന്നത്. അങ്ങനെയുള്ളത് പഠിച്ചോണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിക്കേ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 9x പ്ലസ് 5 ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. ഈ ഫംഗ്ഷൻ എപ്പോഴും ഇൻക്രീസിങ് ആയിരിക്കും, വെറും ഇൻക്രീസിങ് അല്ല, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ എന്ന് പറയുന്ന മീനിങ്, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു എക്സ് ആക്സും വൈ ആക്സും ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഫംഗ്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കേട്ടോ. ഒരിക്കലും താഴുന്നില്ല, ഉള്ള മണ്ടയ്ക്കോട്ട് പോവുകയാണ്, അതാണ് അർത്ഥം കേട്ടോ. ഒരിക്കലും താഴുന്നില്ല. ഇവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മണ്ടയ്ക്കോട്ടാ, അല്ല ഇങ്ങനെ എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് താഴാം, ഇല്ല അതാണ് സ്ട്രിക്ട്ലി ഓൺ ആർ. ആർ എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിയെ വിളിക്കുന്ന പേരാണ് ആർ. അപ്പോൾ ആർ എന്ന് പറയുമ്പോൾ ഓർത്തോണം, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, എക്സ് ആക്സിലെ മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ ഉള്ളിടത്ത് അങ്ങ് ഇൻക്രീസിങ്ങാ, അങ്ങനെ പോവുകയാണെന്ന് ഷോ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ. ഓക്കെ ആണല്ലോ, ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഇനി ഇതിൻ്റെ എഫ് ഡാഷ് എക്സിനെ കണ്ടുപിടിക്കണം. എഫ് ഡാഷ് എക്സിനെ കണ്ടുപിടിച്ചിട്ട് എക്സിൻ്റെ പ്ലേസിൽ വാല്യൂ കൊടുക്കുമ്പോൾ ഏത് നമ്പർ കൊടുക്കാം? ഒന്നുകൂടെ കേട്ടോണം. എഫ് ഡാഷ് എക്സിനെ കണ്ടുപിടിച്ചിട്ട് എക്സിൻ്റെ പ്ലേസിൽ നിങ്ങൾക്ക് ഏത് നമ്പറും കൊടുക്കാം. റിയൽ നമ്പറിലെ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വേണേൽ കൊടുത്താലും ആൻസർ പോസിറ്റീവ് നമ്പറേ കിട്ടാൻ പാടുള്ളൂ. ഒരിക്കലും നെഗറ്റീവോ പൂജ്യമോ കിട്ടരുത്, ഒൺലി പോസിറ്റീവ്. അത് കിട്ടണം, അത് കിട്ടുന്ന എക്സ്പ്രഷൻ കിട്ടണം. നോക്കാം, നമുക്ക് ആദ്യം അപ്പോൾ തുടങ്ങാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 3x² പ്ലസ് 9x പ്ലസ് 5. Then what is f dash x? What is the derivative of this function? First time is x cube. Derivative is 3x². Okay ആണോ? 3x² derivative 6x. കാരണം x² 2x ഉം 3x² 3 × 2x 6x പ്ലസ് 9x 9 ആണ് മോനെ. 5 മാത്രം മരിച്ചുപോയി, 0 കോൺസ്റ്റൻ്റ് 0. ഓക്കെ, അപ്പോൾ നമുക്ക് 3x² മൈനസ് 9x പ്ലസ് 9 എന്ന് കിട്ടി. 3x² മൈനസ് 6x പ്ലസ് 9. നമുക്ക് എന്താ ഇനി ഷോ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഈ എക്സ് കാണുന്ന ഈ പ്ലേസുകളിൽ നിങ്ങൾക്ക് റിയൽ നമ്പറിലെ ആരെയും കൊടുക്കാം. മൈനസ് ഇൻഫിനിറ്റി തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏത് നമ്പറും കൊടുക്കാം, 0 ഏത് നമ്പറും കൊടുക്കാം. ഒരിക്കലും ആൻസർ ഇത് നെഗറ്റീവോ 0യോ കിട്ടരുത്. എപ്പോഴും മണ്ടയ്ക്ക് പോസിറ്റീവ് കിട്ടണം, അങ്ങനെ കിട്ടണം. അപ്പോഴാണിത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആവുന്നത്. നിങ്ങൾക്കിപ്പം എക്സിന് ആരെ കൊടുത്താലും ഇത് പോസിറ്റീവേ കിട്ടുള്ളൂ എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ ഒരു എക്സ്പ്രഷനാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെയൊക്കെ നെഗറ്റീവൊക്കെ ഉള്ളതുകൊണ്ട് ആൻസർ എന്താകാം? നെഗറ്റീവ് ആകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നെഗറ്റീവ് കിട്ടത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, പോസിറ്റീവ് മാത്രമേ കിട്ടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പോസിറ്റീവ് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള സ്റ്റെപ്പിൽ എക്സ്പ്രഷനിൽ നമ്മൾ എത്തിപ്പെടണം മക്കളെ. പിന്നെ ഇതിനിടയ്ക്ക് ക്ലാസ് ഉണ്ട്, അതും എന്ന് പറഞ്ഞേക്കാം, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ നമുക്ക് പഠിക്കാം. ഫുൾ മാർക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം, കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും. ഓക്കെ, ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, ഇക്വേഷൻ ബുക്കിലെറ്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ പാക്കേജ് ഉണ്ട്, ക്വസ്റ്റ്യൻ പഠിക്കേണ്ട ഓർഡർ ഉണ്ട്, ഏത് ചാപ്റ്ററാണ് ആദ്യം, അങ്ങനെ എല്ലാം കൃത്യമായിട്ട് തന്നുള്ളതാണ്. 1 ഇയർ ഇനിയുള്ള സമയത്ത് ആകെ ഇത്രമേ ഉള്ളൂ, വേറെ ഒന്നുമേ അടയ്ക്കേണ്ട. ആകെ 1 ടൈം ഇത്രമേ ഉള്ളൂ, വളരെ ചെറിയൊരു ഫീസ്. ഓക്കെ, ഇത്ര മാത്രം ജോയിൻ ചെയ്യാം. നമ്മൾ താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾ ഏതെങ്കിലും എണ്ണത്തിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ ആരെ കൊടുത്താലും പോസിറ്റീവ് കിട്ടണം മോനെ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പോസിറ്റീവ് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന നോക്കണം. ആദ്യം നോക്കിയപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ x² എന്നുള്ളിടത്ത് എക്സിന് ആരെ കൊടുത്താലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? പോസിറ്റീവേ കിട്ടത്തുള്ളൂ. ശരിയല്ലേ മോനെ? x² ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അങ്ങനെയാണോ കിടക്കുന്നത്? ഇവിടെ ഇത് x² ഓക്കെയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ കിടക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് പോസിറ്റീവ് കിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റുന്നതല്ല. പോസിറ്റീവ് കിട്ടുള്ളൂ എന്നുള്ള സ്റ്റെപ്പിൽ എത്തിപ്പെടുന്ന ആ വഴികളുണ്ടല്ലോ, കണ്ടോണം. ഫസ്റ്റ്ലി 3 ടേക്കൺ ആസ് കോമൺ ഇൻ ബ്രാക്കറ്റ്, വി ഗെറ്റ് ദ റിമൈനിങ് ടേംസ് 3x² 3 പോയി കഴിഞ്ഞാൽ x².
6x 3 പോയി കഴിഞ്ഞാൽ 2x, 3 × 2x അല്ലേ മോനെ 6x, 9 3 പോയി കഴിഞ്ഞാൽ 3 × 3 അല്ലേ 9. ഓക്കെ, അത്രയും കിട്ടി. അപ്പോൾ 3 × x² - 2x + 3 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × ഇനിയാണ് നമ്മുടെ കഥ മാറാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ, x² - 2x. ഈ x² - 2x അല്ലേ, ഇതൊക്കെ കണ്ടുള്ളതാണ്. ഒരു 1 ഉണ്ടായിരുന്നെങ്കിൽ a² - 2ab + b² പോലെ മോനെ ഇത് a² - 2ab + b² പോലെ ഇതിനെ നമുക്ക് x - 1² എന്ന് എഴുതാമായിരുന്നു മോനെ. പക്ഷേ ആര് വേണം? x² - 2x ആരാ വേണ്ടത്? 1 കൂടെ വേണം. അല്ല, ഇത് മാത്രമല്ലേ പറ്റില്ല. ഒരു +1 ഉണ്ടായിരുന്നെങ്കിൽ a² 2ab b² a - b² ഇവിടെ അപ്പോൾ നമുക്കത് പറ്റും. ഈ 3യെ നിങ്ങൾ ഒരു 1 + 2 ആക്കി മാറ്റണം. ഓക്കെ, 3 ക്യാൻ ബി സ്പ്ലിറ്റഡ് ആസ് 1 + 2. ഓക്കെ, എന്നിട്ട് ഇത്രയും ടേംസിൽ നിന്നും നമുക്ക് ഒരു ഹോൾ² ആക്കി മാറ്റാം മോനെ. x² - 2x + 1 ആരാണത്? x - 1² +2നെ മാറ്റി അങ്ങോട്ട് ഇടും മോനെ. കഴിഞ്ഞു, പ്രോബ്ലം തീർന്നു. ഇപ്പം ഈ സ്റ്റെപ്പിൽ പറയാൻ പറ്റും മോനെ, ഇയാൾ എപ്പോഴും പോസിറ്റീവ് കിട്ടത്തുള്ളൂ, ഒരിക്കലും നമുക്ക് നെഗറ്റീവും കിട്ടത്തില്ല, 0 കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാം. നോക്കിക്കേ, ഇത് ഹോൾ² ആയതുകൊണ്ട് ഉറപ്പായിട്ട് എന്തേ കിട്ടുള്ളൂ? പോസിറ്റീവ്. അതിൻ്റെ കൂടെ കിടക്കുന്നത് +2 പോസിറ്റീവ് നമ്പറാണ്. പുറത്ത് കിടക്കുന്ന 3 പോസിറ്റീവ് നമ്പറാണ്. എല്ലാം കൊണ്ടും പോസിറ്റീവാണ്. അപ്പോൾ ആൻസർ 0 പോലും താഴില്ല. അപ്പോൾ ഉറപ്പായിട്ടും പോസിറ്റീവ് കിട്ടത്തുള്ളൂ. ഇനി 0 പോലും ആകത്തില്ല എന്ന് പറയാൻ കാരണം എക്സിന് ഇപ്പോൾ 1 കൊടുത്താൽ എന്താ മോനെ സംഭവിക്കുന്നത്? എക്സിന് 1 കൊടുത്താൽ 1 - 1 എത്ര? 0 അല്ലേ, 0. പക്ഷേ ഇവിടെ 2 കൊടുക്കുന്നതുകൊണ്ട് 0 + 2 ആരെ കിട്ടും? 2 കിട്ടും അല്ലേ. എക്സിന് 1 കൊടുത്താൽ 1 - 1 0, 0 + 2. അപ്പോൾ ഒരിക്കലും 0 പോലും ആൻസർ പോകത്തില്ല എന്നർത്ഥം. കാരണം ഇയാളെ 0 ആക്കിയാൽ പോലും ഇവിടെ ഒരു 2 കിടക്കുന്നതുകൊണ്ട് ഫുൾ ടൈം 0 ആകത്തില്ല. അപ്പോൾ 3 × 2 6 കിട്ടും. ഉറപ്പായിട്ട് നമുക്ക് നെഗറ്റീവോ 0യോ കിട്ടില്ല, ഓൺലി പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് എന്താണ്? > 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ആർ. ഓക്കെ, തീർന്നു വരെ. Therefore, the given function is strictly increasing on R. ഇങ്ങനെയൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്സ് എന്നുള്ള പഠിത്തം നടക്കുള്ളൂ. ഓക്കെ, ഇങ്ങനെ വേണം ചിന്തിക്കാൻ. അപ്പം മനസ്സിലായെങ്കിൽ, പ്രയോജനമുണ്ടെങ്കിൽ, വേറെ ഒരാൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ചെയ്യുക. ഗുഡ് ബൈ.